നമസ്കാരം. ഋതുവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് ഒരു റോഡ് പണി തടസ്സമായിരിക്കുന്നു എന്ന വാർത്തയാണ് കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ആയൂർ മലപ്പേരൂരിൽ നിന്നും വരുന്നത്. കുഴിയം, തലയാറ്റ്, മേവറം, മൂലപ്പണ, ആനപ്പുഴയ്ക്കൽ റോഡാണ് കഴിഞ്ഞ 2 വർഷത്തിലധികമായി പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി കിടക്കുന്നത്. 4.25 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 5 കോടി രൂപ ചിലവാക്കിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടത്തുന്നത്. എന്തായാലും ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അതിവേഗം നടത്തിക്കൊടുക്കുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്നുകൂടി ഓർക്കുക. വാർത്ത കാണാം. കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ കുഴിയം, തലയാറ്റ്, മേവറം, മൂലപ്പണ, ആനപ്പുഴയ്ക്കൽ റോഡാണ് കഴിഞ്ഞ 2 വർഷത്തിലധികമായി പണികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുന്നത്. PMGSY പദ്ധതി പ്രകാരമാണ് റോഡ് പണി ആരംഭിച്ചത്. പണികൾ പൂർത്തിയാവേണ്ടുന്ന തീയതി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും സഞ്ചാരയോഗ്യമാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. 4.25 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ടാറിങ്ങും കോൺക്രീറ്റും ഇളക്കി മാറ്റി കുത്തിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. 6 മാസമായി പണികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ നടന്നു പോകുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് റോഡ്. എന്നാൽ ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കാത്തതും റോഡുകൾ പണിയുന്ന കോൺട്രാക്ടർക്ക് കൃത്യമായി ബില്ലുകൾ മാറിക്കൊടുക്കാത്തതുമാണ് പണികൾ പൂർത്തീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ടോം കെ ജോർജ് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നിർവഹണം നടത്തുന്ന റോഡിന്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ ഇടപെടുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. എന്നാൽ സ്കൂൾ കുട്ടികൾക്ക് പോലും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാകുന്ന ഈ റോഡ് പണി പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കടുത്ത വീഴ്ചയാണെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞു. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടുന്ന റോഡ് പണി അതിവേഗം പൂർത്തിയാക്കാത്ത പക്ഷം ആക്ഷൻ കൗൺസിൽ പോലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സമരമാർഗത്തിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഋതുവിഷൻ ന്യൂസ്. ജില്ലാ പഞ്ചായത്തിനാണ് ഈ വർക്കുകളുടെ എല്ലാം മേൽനോട്ടം. അതിന്റെ ഉദ്യോഗസ്ഥർ AE ഉൾപ്പെടെ താഴോട്ടുള്ള കോൺട്രാക്ട് എടുത്തവരുൾപ്പെടെ നമ്മുടെ റോഡിന് കൃത്യമായ 6 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് നമുക്ക് പണിയാൻ കഴിയുള്ളൂ. അതിൽ 1 ഇഞ്ചെങ്കിലും എവിടെങ്കിലും കുറഞ്ഞാൽ അവരിതിന്റെ ബില്ലുകൾ മാറ്റില്ല, അനുമതി നൽകില്ല. അങ്ങനെ നമ്മൾ സർവേ ആരംഭിച്ച് പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങളുണ്ട്. കുഴിയത്തു നിന്ന് തുടങ്ങുന്ന റോഡ് ഏകദേശം 7.5-8 മീറ്റർ, 9 മീറ്റർ, 10 മീറ്റർ ഒക്കെ പലയിടത്തും. പക്ഷെ പലതും കയ്യേറ്റങ്ങളായി നിൽക്കുക. പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ചു പേരിൽ നിന്ന് നമ്മുടെ ഈ റോഡ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. അത് ഇന്നും നിലനിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ്. ജലജീവൻ മിഷൻ താന്നിവിള മുതൽ ഈ പറയുന്ന മേവറം ഭാഗം വരെ റോഡ് ഒരുപാട് താഴ്ത്തിയെടുത്തപ്പോൾ അവർ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിന് നഷ്ടപരിഹാരമായി ജലജീവൻ മിഷൻ ഈ റോഡ് വർക്കുകാർ, കോൺട്രാക്ടർ, അവർക്കുള്ള നഷ്ടപരിഹാരം ജലജീവനിൽ അടയ്ക്കുകയും അവരത് റീകോൺട്രാക്ടിന് വേണ്ടി കൊടുത്തിട്ടുമുണ്ട്. കോൺട്രാക്ടർമാർക്ക് ബില്ലുകൾ മാറിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ, മുഴുവൻ മാറിയിട്ടില്ല എന്നുള്ളതല്ല, അവർ വർക്ക് ചെയ്തതിന്റെ ആനുപാതികമായി ബില്ലുകൾ മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ നിലവിലുണ്ട്. ഉണ്ടായി ജനങ്ങൾക്ക് അതീവ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ കോൺട്രാക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ലാഗിങ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുന്നേ ഒരു പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് കിടന്ന റോഡിനെ വെട്ടിപ്പൊളിക്കുകയും ഒരു നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത്. അതായത് ഈ റോഡിന്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡിന്റെ പ്രവൃത്തി തുടക്കം എന്ന് പറഞ്ഞാൽ 7/6/2022 ഇത് തുടങ്ങിയേക്കുന്നത്. ഇത് പ്രവൃത്തി പൂർത്തീകരണം എന്ന് പറയുന്നത് 6/6/2023. ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 6/6/2023. ഇന്നിപ്പോൾ 1 വർഷം ആയിരിക്കുകയാണ് ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം, വളരെ വളരെ മോശമായിട്ട്. ഇതുപോലെ റോഡ് ഈ പഞ്ചായത്തിലോ ഈ വാർഡിലോ തന്നെ ഇല്ല. ഒരു 3 വർഷം കൊണ്ട് ഇങ്ങനെ മണ്ണ് ഇട്ട് ഇങ്ങനെ റോഡിന്റെ പണി ഉടനെ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പം അധികാരികളാരും വരുന്നതുമില്ല, നോക്കുന്നതുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം കുറെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട്, ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടേക്കുവാണ്. അപ്പം ഞങ്ങളെ മതിലിന് കേടുവരുന്ന രീതിക്കാണ് ഈ മണ്ണ് കൊണ്ടിട്ടേക്കുന്നത്. ആരും വരുന്നതുമില്ല, നോക്കുന്നതുമില്ല. ഇനി വലിയ മഴ വരുന്ന സമയത്ത് ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. ഞങ്ങളെ മതിലിനാണ് ഇതിന്റെ കുഴപ്പം.
അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത്. ഇത് മറ്റുള്ള അധികാരികളോ മെമ്പറോ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരുവിധം നന്നായിട്ട് കിടന്ന കോൺക്രീറ്റുകൾ വലിച്ചിളക്കുകയും അതിനകത്ത് ഉണ്ടായിരുന്ന പാറകൾ പോലും ഇപ്പോൾ കാണാനില്ല. അതിലെ ഒരു യാത്ര ചെയ്തു വരുന്ന ഇവിടെ നൂറുകണക്കിന് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവർക്കെല്ലാം ടൂ വീലർ തന്നെയാണ് ആശ്രയിക്കുന്നത്. നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ. പറ്റാത്ത ഗതികേടായി ഇത് വർഷം കുറെ ഇങ്ങനെ ആയിട്ട് ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. ഇതെന്തോ എന്തായിരുന്നു അവിടെ കൊണ്ടുവച്ചേക്കുന്നത്? ഒരു വണ്ടി വരുന്ന പോലെ കാണാൻ പറ്റത്തില്ല. അവിടെ ആ രീതിയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇതാരും ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല, ആരും രംഗത്തും വരുന്നില്ല. മഴയൊക്കെ കഴിഞ്ഞാൽ നടന്നു പോലും പോകാൻ പറ്റത്തില്ല ഇവിടെ. പാനൊക്കെയാലേ ബസ് പോലും അല്ല ആട്ടോ പോലും പാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തെന്നി എടുത്തിട്ട് വീഴുന്നുണ്ട്. റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. കുട്ടികൾക്ക് ഈ യാത്ര ചെയ്യുന്നതിനോ സ്കൂൾ ബസ് എത്തുന്നതിനോ വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണിത്. എത്രയും പെട്ടെന്ന് ഇത് റോഡ് സഞ്ചാരയോഗ്യമാക്കി കിട്ടണമെന്നാണ് നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. പലരും വീണ് കൈയും കാലും ഒടിയുകയും പല ബുദ്ധിമുട്ടുകളുണ്ട്. മഴക്കാലത്ത് യാതൊരു കാരണത്താലും ഞങ്ങൾക്ക് ഈ 1-ാം വാർഡിലോട്ട് കയറി വരാനോ പോകാനോ വയ്യാത്തവരാണ്. ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷം തുടങ്ങി. ഇതുവരെയും ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡ് ഈ ഒരു ഭാഗത്തൂടെ ഞങ്ങൾക്ക് 1-ാം വാർഡിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനോ ആയൂർ ഭാഗത്ത് സിറ്റിയിലോട്ട് പോയി എന്തെങ്കിലും വാങ്ങാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ എനിക്ക് ചില അസുഖങ്ങളൊക്കെ വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. വളരെയധികം പ്രയാസങ്ങളാണ്. ഒരുപാട് നാളായി ഈ റോഡ് ഇങ്ങനെ വലിച്ചു പൊളിച്ചിട്ടിട്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതികരിക്കാതെ ആരുടെ മെമ്പറുടെ പറയും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറയും. അപ്പോൾ അവർ പറയും ഉടനെ ആവും, മറ്റേതാവും, ഇതാവും പറയുന്നതല്ലാതെ യാതൊരു പുരോഗമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇതുവരെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇത്രയും മോശമായൊരു യാത്രാ സൗകര്യമില്ലാത്തൊരു സ്ഥലം വേറെ ഉണ്ടോന്നൊന്നും അറിയാൻ കോൺക്രീറ്റ് പണി തുടങ്ങുന്നതിന് മുമ്പിട്ട് അതങ്ങ് ഇളക്കി മാറ്റി എവിടോ കൊണ്ടിട്ട് അതിപ്പോ കാട് കയറി കിടക്കുന്നു. ഈ സ്ഥലം ഇപ്പം ഗതാഗത യോഗ്യമേ അല്ല. പൈസ മൊത്തം അനുവദിച്ച് അത് എന്തോ ചെയ്തെന്നോ എങ്ങനെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ഞങ്ങൾ റോഡ് അടയ്ക്കാൻ ഒരു മനുഷ്യനെ ഇതിൽ ഓടിക്കത്തില്ല. ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ ഒക്കുവോ? തെന്നി അടിച്ച് തിരിച്ചിങ്ങ് പോരുക. നല്ല കോൺക്രീറ്റ് കിടന്നതാ ഇളക്കി. ഒട്ടും പോകാൻ പറ്റാത്ത കാരണം സ്കൂളുകാർ പറയുന്നത് ഇതിന് സ്കൂൾ ബസ് കിടത്തില്ല. കാരണം നമ്മുടെ പിള്ളേർ എങ്ങനെ സ്കൂളിൽ പോകും അത് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ കോൺക്രീറ്റ് കിടന്ന ഒരു റോഡാണ്. ആ കോൺക്രീറ്റ് കിടന്ന റോഡ് അത് പൊളിച്ചിട്ടാണ് അത് വീണ്ടും അവര് മണ്ണിട്ടത്. അപ്പൊ വീണ്ടും കഷ്ടത്തിലാണ് സ്കൂൾ ബസ് ഇവിടെ കയറുന്നത്.